ഹലോ, നമുക്ക് കുറച്ച് പായസം ഉണ്ടാക്കിയാലോ? ഇപ്പം വൈകുന്നേരം ആയപ്പം മധുരം കഴിക്കാനൊരു കൊതി. അപ്പം ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാമെന്ന്. അപ്പം കുറച്ച് മാത്രം പായസം ഉണ്ടാക്കാമേ. വാ. ആദ്യം കുറച്ച് ചൗവരി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മാത്രം. എന്നിട്ട് പാനിനകത്തേക്ക് ഒരു 2-3 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് വറക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. കാരണം ഓൾറെഡി അത് റോസ്റ്റഡ് ആണ്, നല്ല കളറൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ മാത്രമേ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചതാട്ടോ. അതിപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പം നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കുറുകി വരും. അപ്പോഴത്തേക്കും ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മധുരം കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒന്ന് തിളച്ച് നന്നായിട്ട് സെറ്റായി വരുമ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നെയ്യിൽ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സംഭവം കഴിഞ്ഞ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടോ. കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സെറ്റാട്ടോ. അങ്ങനെ ഞങ്ങൾ പായസം ഉണ്ടാക്കി അല്ലേ? ഞങ്ങൾ പായസം ഉണ്ടാക്കി. സൂപ്പർ പായസമാണോ? തിന്ന് നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഈ കഴിച്ചു കഴിയുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? നമ്മൾ ആഗ്രഹിച്ച സാധനം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കിട്ടുമ്പോഴോ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സന്തോഷമില്ലേ? തോന്നിയിട്ടില്ലേ? അതാണ് ഇപ്പോൾ എനിക്കും തോന്നിയിട്ടുള്ളത്. സൂപ്പർ. കുറച്ച് കട്ടിയായിപ്പോയി, കുറുകിപ്പോയി. അപ്പോൾ ശരി, അത് ഫുള്ള് കഴിച്ചിട്ട് വരാം. ബൈ ബൈ.